ഈ കോഡ് എഴുതുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ട്രീം വരെ കിട്ടിയെന്ന് വരില്ല. ഈ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. അപ്പോൾ നമ്മളെ റീവാലുവേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അലോട്ട്മെന്റിലേക്ക് കടന്നു, അല്ലെ? +1 അലോട്ട്മെന്റ്. അപ്പോൾ +1 അലോട്ട്മെന്റിന് മുൻപായി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് മക്കൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറക്റ്റല്ല ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ വരെ ഇല്ലാതായി പോകും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പോയിന്റ് ഞാൻ ഡിസ്കസ് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതിന് മുമ്പ് ഇത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റ് സ്കൂൾ കോഡും സബ്ജക്റ്റ് കോഡാണ്, കോഴ്സ് കോമ്പിനേഷൻ കോഡും. ഈ 2 കോഡ് നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് പ്രോസ്പെക്ടസ് റീഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫില്ല് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് കിട്ടേണ്ട സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്കൂൾ, നിങ്ങൾക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിൻ്റെ കോഡ് അത് കൃത്യമായിട്ട് വായിച്ച് നോക്കണം. അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷൻ. ഇപ്പോൾ സപ്പോസ് ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും 2 കോഡായിരിക്കും. ആ കോഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ കോഡ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അതാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് അത്രയും റീച്ചബിൾ ആയിട്ടുള്ള ഒന്ന് സ്കൂളായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരിക്കണം ഒന്ന്. രണ്ടാമത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കണം. ഇത് രണ്ടും പറയാൻ കാരണം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് കരുതുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓപ്ഷൻ ഉണ്ട്, അത് ലാസ്റ്റ് പ്രോസസ് ആണ്, അവസാന സമയമാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവൻ ഫസ്റ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞു സെക്കൻഡ് ട്രാൻസ്ഫറിലേക്കൊക്കെ പോകണം. അത് ലാസ്റ്റ് മൊമെൻറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച സ്കൂളിൽ സീറ്റ് വേണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് മക്കൾക്ക് ഉറപ്പ് വേണ്ട ഒരു കാര്യം, എനിക്ക് ഈ സ്കൂളിലാണ് പോകേണ്ടത്, എനിക്ക് ഈ സബ്ജക്റ്റ് കോമ്പിനേഷനാണ് വേണ്ടത്. അത് ഉറപ്പുള്ള ഒരു സ്കൂളിൽ വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ആ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ, നിങ്ങളിപ്പം ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലൊക്കെ പങ്കെടുത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യേണ്ടി വരും ബോണസ് പോയിന്റിന് വേണ്ടി. ഇപ്പോൾ ടൈ ബ്രേക്കറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ബോണസ് പോയിന്റ് കിട്ടിയാലേ നമുക്ക് വീണ്ടും കയറി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, അത് തെറ്റായിട്ട് വരും, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് വരെ റദ്ദ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്പർ, സർട്ടിഫിക്കറ്റ് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ടും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 4ാമത്തെ പോയിന്റ്, എനിക്ക് ഫുൾ A+ ആണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അവിടെ സയൻസും ഉണ്ട്. ഞാൻ അവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ, കാരണം എനിക്ക് ഫുൾ A+ ആണ്, ഞാൻ അവിടെ മാത്രമേ കൊടുക്കുന്നുള്ളൂ, എനിക്ക് അവിടെ കിട്ടിക്കോളും. അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട. ക്ലിയർ? ഫുൾ A+ ഉള്ള ഒരുപാട് കുട്ടികളുണ്ടാവും, ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ നിങ്ങളെക്കാൾ ബോണസ് പോയിന്റ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫുൾ A+ ആണ്, നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഒന്നുമില്ല. ചിലപ്പോൾ വേറൊരു കുട്ടിക്ക് ഫുൾ A+ ആണ്, ബോണസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവരെ സെലക്ട് ചെയ്യും, നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ സ്കൂളുകൾ, എപ്പോഴും മാക്സിമം സ്കൂളുകൾ, കഴിയാവുന്ന മാക്സിമം സ്കൂളുകളിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ സാധാരണയായിട്ട് വരുന്ന ഒരു മിസ്റ്റേക്കാണ്, ആദ്യത്തെ 10 സ്കൂൾ കോഡും കോമ്പിനേഷനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും. 10ന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ചടങ്ങിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്കൂൾ കോഡും ഏതെങ്കിലും ഒരു കോഴ്സ് കോമ്പിനേഷൻ കോഡൊക്കെ കൊടുത്തിടും. പക്ഷേ മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവിടെയാണ് കിട്ടുന്നതെങ്കിൽ, അത് 10ന് ശേഷം കൊടുത്ത സ്കൂൾ കോഡിലോ കോമ്പിനേഷനാണോ കിട്ടുന്നതെങ്കിൽ, പിന്നെ നിങ്ങൾ ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളെങ്ങനെ എന്ത് ചെയ്യുക, വെറിഡ് ആയിട്ടിരിക്കണം. സപ്പോസ് നിങ്ങൾക്ക് പറ്റാത്തൊരു സ്കൂളാണ് കൊടുത്തതെങ്കിൽ, നിങ്ങൾ റീച്ചബിൾ അല്ലാത്തൊരു സ്കൂളാണ് കൊടുത്തതെങ്കിൽ, അതും ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പാണ്, ഓരോ സ്കൂൾ കോഡും കോമ്പിനേഷൻ കോഡും കൊടുക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഞാൻ RK ക്ലാസ് ഡയറക്ടർ. അപ്പോൾ +1 അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചാനൽ അവൈലബിൾ ആയിരിക്കും. മകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക.